ഈ സംഭവത്തെ തുടർന്ന് ഇവിടുത്തെ വാർഡ് മെമ്പർ വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വരുമ്പോൾ ഇവിടെ പോലീസും ആംബുലൻസിലും മൂന്നാമത്തെ വ്യക്തിയും കൂടി കൊണ്ടുപോകുന്ന സ്ഥിതിയാണുള്ളത്. നിലവിൽ അയൽവാസികളടക്കം ഇവരെക്കുറിച്ച് പരാതിയുള്ളതാണ്. നേരത്തെ അടക്കം കഞ്ചാവ് കേസുകൾ ഉൾപ്പെടെ എക്സൈസിൻ്റെ നോട്ടപ്പുള്ളിയായിട്ടുള്ള കക്ഷിയാണ് ഈ ഋതു എന്ന് പറയുന്നത്. നിങ്ങളൊക്കെ ഇവിടുത്തെ പ്രദേശവാസികളാണ്? ഞാൻ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽ നേരത്തെ പെട്ടിട്ടുണ്ടോ? നേരത്തെ അങ്ങനെയില്ല. ഇവൻ്റെ വിഷയം നേരത്തെ ഇങ്ങനെ കേസിൽ പിടിച്ച വിവരങ്ങൾ നമുക്കറിയാം. പല വിഷയങ്ങളായിട്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ തുടങ്ങി അങ്ങനെ ഒരു ഇടിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കൂട്ടത്തിലുള്ള പയ്യനാണെന്നാണ് അറിയാൻ സാധിച്ചത്. ഇതിക്ക് മുമ്പും ഇതേപോലെയുള്ള കേസുകളിലാണ് നമ്മൾ അറിയപ്പെട്ടിരിക്കുന്നത്. ഈ എക്സൈസ് ഉൾപ്പെടെ പിടിച്ച കേസുകളിലാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇവരുടെ ശല്യം കാരണം തന്നെയാണ് ഈ വീടിന് ചുറ്റും ഇവർ CCTV സ്ഥാപിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ 3 കുടുംബങ്ങൾ ഇപ്പോൾ ഇവർക്കെതിരെ പരാതിയെ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് അത്രയേറെ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ വിഷയങ്ങൾക്കാണ്. അപ്പുറത്തെ വീട്ടിലെ പൂച്ച ഇപ്പുറം വന്നെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളിലൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടവൻ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കണേന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. സ്ഥിരം പ്രശ്നക്കാരനാണെന്നുള്ള ഒരു മാനസിക ചികിത്സയൊക്കെ നേടുന്നത് അതൊക്കെയാണോ? ഇതിൻ്റെ ഭാഗമായിട്ട് സംരക്ഷണം നേടുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതായിരിക്കാം. വീട്ടുകാർ സംരക്ഷണം ഒരുക്കുന്നതായിരിക്കാം. അല്ലാതെ മാനസികമായിട്ട് പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല കാണുമ്പോഴും. ഇത്രയും വലിയൊരു പബ്ലിക് ന്യൂസൻസ് ആയ ഒരു സംഭവം. അപ്പോൾ ഇത് നിങ്ങളൊക്കെ ഇവരുടെ ബന്ധുക്കളെയും മറ്റുമൊക്കെ കണ്ട് സംസാരിച്ചിട്ടില്ലേ? ഇവൻ്റെ അങ്ങനെ സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. നമ്മൾ കുറച്ച് ദൂരത്തു നിന്നാണ് വന്നേക്കുന്നത്. പക്ഷേ ഇങ്ങനെ പത്രവാർത്തകളൊക്കെ വരുമ്പോൾ ഇന്ന കേസിൽ ഇവൻക്ക് പ്രതിയാണെന്നുള്ള നാട്ടിലെ എക്സൈസിൻ്റെ അടക്കം നോട്ടപ്പുള്ളിയായിട്ടുള്ള കേസുകൾ നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇതിക്ക് മുമ്പ് സംഭവം നടക്കുന്ന 2 ദിവസം മുമ്പ് ബാംഗ്ലൂരിൽ നിന്ന് വന്നതെന്നാണ്. അതായിരിക്കും ഈ ഇടയ്ക്ക് മാത്രം കാണുന്നത്. ഇതിക്ക് മുമ്പൊക്കെ ഒരു പ്രകടനം നടക്കുന്ന ഇടയിലേക്ക് കൂടി ബൈക്കിന് സ്റ്റണ്ടിങ് ബൈക്കിന് നടക്കുന്നൊരു ശീലമുണ്ട്. നമ്പർ പ്ലേറ്റ് മറച്ചു പോകുന്നൊക്കെ ഒരു ശീലമൊക്കെ ഉണ്ടായിട്ട് പോലീസുകാർ പലതവണ പിടിച്ചിട്ടുമുണ്ട്. അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് 5-8 വർഷം മുമ്പാണ്. 2 വീലർ ഓടിച്ചു പോകുന്നൊരു സ്ഥിതിയാണ്. എന്നിട്ട് പിടിച്ച അന്നേരം പോലീസിനെ കൈമാറുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഒരു 8 വർഷം മുമ്പാണ് പറവൂര് ഇതേപോലെ തന്നെ അങ്ങനെ പെട്ടെന്ന് ഒരു ആരും നോട്ടമില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. ഇവിടുത്തെ പ്രദേശത്തെ ജനപ്രതിനിധിയാണ് ഇപ്പോൾ സംസാരിച്ചത്. അതായത് ഈ പ്രദേശത്താകെ ഒരു പബ്ലിക് ന്യൂസൻസ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇയാളിൽ നിന്നുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പോലീസും മറ്റുമൊക്കെ പറഞ്ഞത് ഗുണ്ടാ പട്ടികയിൽ ഉൾപ്പെട്ടയാളാണ്. കാരണം അത്രയേറെ ക്രിമിനൽ കേസുകൾ ഇയാൾക്കെതിരെയുണ്ട്. 3 ക്രിമിനൽ കേസുകൾ തൃശ്ശൂരുണ്ട്, NDPS കേസ്, അതുപോലെ തന്നെ മറ്റ് 2 ഇടങ്ങളിൽ വേറെ കേസുണ്ട്. എറണാകുളം ജില്ലയിൽ തന്നെ മറ്റ് കേസുകളുണ്ട്. കൂടാതെ തന്നെ ഇവിടങ്ങളിലെ പൊതു ഇടങ്ങളിൽ തന്നെ വലിയ പ്രശ്നങ്ങളും മറ്റുമൊക്കെ സൃഷ്ടിക്കുന്നയാളാണ് എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നിട്ടുള്ളത്. അങ്ങനെ അത്രയേറെ ഒരു പൊതുശല്യം എന്ന് പറയാവുന്ന തരത്തിലാണ് ഇയാളുടെ പ്രവൃത്തികൾ ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്.